Hi guys, welcome back to our YouTube channel. അപ്പം നമ്മളെ മിഡ് ടേം എക്സാമിന്റെ രണ്ടാമത്തെ ഭാഗമല്ല സെക്കൻഡ് ഡേ ആണ്. മലയാള സെക്കൻഡ് ആണ്. എനിക്ക് ഈ മലയാളം കഴിഞ്ഞ് കിട്ടിയാലേ സമാധാനം കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹിന്ദി പിന്നെ രണ്ടാൾക്ക് അറിയാത്തതിനെ കൂടെ വലിയ സീനില്ല. തോറ്റാൽ കുഴപ്പമില്ലെന്ന് ഞാൻ തോക്കുന്നില്ല. മിസ് അതിന്റെ അർത്ഥം പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഇവള് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എന്നോട് എന്താ പറഞ്ഞത്? മമ്മ എത്ര തെറ്റ് ഗൈസ്? 6 തെറ്റ് ഇന്നെ സംബന്ധിച്ച് ഒന്നാണ്. ഒരു തെറ്റ് 2 തെറ്റ് അംഗീകരിക്കാം. ഓവറാവല്ലേ? അയ്യേ, ആവണോള് ഇത്രയും സ്കൂളിൽ പോലെ എഴുതിയിട്ടില്ല. ഞാനിപ്പോ അത് എഴുതാൻ കൊടുത്തതാണ്. തെറ്റുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയൂല. മുൻകൂർ ജാമ്യം എടുത്തതിനെ കൊണ്ട് ഞാൻ അത് അംഗീകരിക്കൂല. എന്നോട് എത്ര തെറ്റ്? അല്ലോ, ഇങ്ങോട്ട് വരി. ഇഷ്ടാ കൂട്ടാന് ഇനി ഇത് എന്തിനാ കുപ്പ ഇടരുത് കേട്ടോ, കഴുത്തും നീണ്ടിട്ട്. എത്ര തെറ്റാണ് ഞാന്? ഇതിനല്ലേ എനിക്ക് ദേഷ്യം പിടിച്ചാല് ഞാൻ അല്ല എന്തേ എനിക്ക് ഈ കൊര വരുമ്പോഴില്ല ടെൻഷനാ. കാരണം എനിക്ക് ഓക്കും ആ ഒരു കൊര എന്ന് പറയുമ്പോ ശ്വാസം മുട്ടിന്റെ ഒരു കൊര ആണല്ലോ. അപ്പൊ എനിക്ക് പേടിയാ. അപ്പളേ നോ. അപ്പൊ ഞാൻ നോക്കാം. ഓള് എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് പരിപാടി? തിന്നിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? തിന്നൽ പരിപാടിയാണോന്ന്? തിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഉറങ്ങൽ പരിപാടി കണ്ടില്ല? കാട്ടാളത്തി ലുക്ക് ഉണ്ട് എല്ലാം കൂടി. ഇന്നലെ ലേറ്റായി ഉറങ്ങിയിട്ട് ഇന്ന് വന്ന് ഫുഡ് കഴിച്ച് ഒറ്റൊരു കിടത്തം കിടന്നു. വൈകുന്നേരത്തെ ഫുഡ് കഴിച്ച് ഒറ്റൊരു കിടത്തം കിടന്നു. എന്ത് സാധനം? അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ടല്ലോ. ഇതുണ്ടാക്കിയതല്ല, വേറെ ഉണ്ടാക്കിയതാ. നമ്മളൊരു എന്താ പറയാ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വർത്താനം പറഞ്ഞിരുന്നാൽ ഇത് ഇങ്ങനെ നീണ്ട് അങ്ങനെ പോവാ. എന്തൊക്കെ ഒരുക്കുന്നേ? എനിക്ക് മേക്കപ്പ് ഇട്ടരാ. സോപ്പോളജി വാ, ബുക്ക് എടുക്ക്. ഇനി നമുക്ക് ഇല്ല നടക്കൂല. ഇനി നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയാണ്, ഇനി കുപ്പായ ഇടരുത്. ഇനിയുള്ള നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ അപ്പൊ ഗൈസ് നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ആര് ടെൻഷൻ അടിക്കണേ? ഞാനാണോ അല്ലെ ഈയാണോ? ഞാൻ ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ പറ. ഇത് കാണിക്ക്. ഞാൻ ഇത് താക്ക അക്ഷി എന്നാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് പേരെന്താ? തകാശി. കാണിക്ക് ബുക്കില്. തകാഹാഷി. ഇതാണ് തക്ക. നീട്ടാനുണ്ട് കേട്ടോ. തകാഹാഷി. അതൊക്കെ ഈ തെറ്റല്ലേ ഇത്? ഈ നീട്ടിയുടെ കാര്യമില്ലല്ലോ. തെറ്റ് എഴുതി കഴിഞ്ഞ പിന്നെ നീട്ടിയിട്ട് എന്ത് കാര്യാണ്? ഇന്ന് എന്റെ സ്കൂളിൽ കായിക മേള ഒരു ലാളുള്ളൂ. ആയിരുന്നു എന്നല്ല, ആയിരുന്നു. ഇതിപ്പോ എത്ര തെറ്റാ ഉള്ളത്? 2 മാഞ്ഞസാരങ്ങളോ? മത്സരങ്ങളല്ലേ ഉദ്ദേശിച്ചത്? എന്താ പൊന്നു, ഞാൻ ഇങ്ങോട്ടൊക്കെ എഴുതി തരാം മുത്തുമണിയെ. ഞാൻ ഹാഷി. അങ്ങനെ പറഞ്ഞിട്ടൊരു കോമ. ഇന്ന് എന്റെ സ്കൂളിൽ എഴുതിയത് ശരിയാ? അത് ശരിയാ. കായികമേള
അത് തെറ്റായിരുന്നു കേട്ടോ. അതാ കായിക മേള. ഇത്ര എഴുതിയാ മതി. ഇതേ ഉള്ളു എഴുതാന് മലയാളം സെക്കൻഡ്. അത് പിന്നെ ബാക്കിയുള്ളത് മുഴുവന് സാറ് ഇതായിരിക്കും. എന്ത് മനസ്സിലായില്ലേ? സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ സൈഡിൽ ഉണ്ടാവും. പക്ഷെ കൊറേ ആൻസേഴ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും മറ്റേ പെണ്ണ് എവിടെ? ഏത്? മമ്മന്റെ ഇങ്ക് പെണ്ണ്. സിംഗു പെണ്ണ് കണ്ടുപിടിച്ചു ഇന്ന് മഹാറാണി. രണ്ടു മത്സരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറയാൻ നല്ലോണം അറിയല്ലേ? യെസ്. അതിലെല്ലാം മനുഷ്യന്മാർ മണി ടാസ്ക് മത്സരങ്ങൾ. ഓ ആ മത്സരങ്ങൾ മാത്രം എന്നാണ് എന്റെ കുട്ടി ഉദ്ദേശിച്ചത്. എന്റെ പൊന്നോ, മാത്രം എന്നുള്ളതിന് ഇങ്ങനാണ്. മത്സരങ്ങൾ മാത്രം മാത്രം. പിന്നെ ഇതെന്താ? സാഗിര എന്താണ്? സാക്കിര. പിന്നെതാ പിന്നെ ആ ബാക്കി രണ്ടും. ഒരു മിനിറ്റ്. പിന്നെ ഇതെന്താണ്? അനിക്കോ? എനിക്ക് നമ്മളെ നാട്ടിലില്ലേ? നമ്മളെ നാട്ടിലില്ലേ? ഞാൻ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞിട്ടില്ലേ, ഇവക്ക് വീട്ടിൽ പറ അനക്ക് ഇൻക്ക് മറ്റോർക്ക് എന്ന് പറയണ മാതിരിയൊക്കെ സ്കൂളത്തെ ബുക്കിൽ എഴുതി വെക്കും. എനിക്ക് എന്നാണ് എഴുതേണ്ടത്. ഇപ്പൊ പറയുന്ന കാര്യണ്ടോ? ഇതിപ്പോ എന്നെ കൊണ്ട് ഈ പൊള്ളിയ കയ്യും വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ചൂടുവെള്ളം വീണ്ടും കൈക്ക് പൊള്ളി കുത്തിരിക്കാം. മനുഷ്യർക്ക് എത്ര വേദന ഉണ്ടെന്ന് അറിയത്. എനിക്ക് ഞാനൊന്ന് എഴുതി തന്നെ അത് കറക്റ്റ് പഠിക്ക്. ദേഷ്യം വരുന്നു പോടുന്നു ഓട്ടം. പിന്നെ എനിക്കല്ലേ? എനിക്ക് മമ്മ ഏതാ ഞാൻ എഴുതാൻ പോകുന്നില്ല. തന്നെയാണോ ഈ എഴുതാൻ പോയത്? എനിക്ക് ഏറ്റവും അല്ലേ? ഏറ്റവും ഗൈസ് നോക്കിക്കേ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇഷ്ടായതാ. ഞാൻ എന്താ കുഞ്ഞാനോട് പറയാ? ഇതാണോ പഠിച്ചതേ? ഇനി മുതൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി മുതൽ സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ TV കാണല് നിർത്താം. ഞാൻ കാര്യമായിട്ട് പറയണ, TV കാണല് നിർത്ത്. എന്നിട്ട് കറക്റ്റ് സമയം വന്നിട്ട് പഠിക്കുക. ഇനി മുതൽ 7 മണിക്ക് പഠിക്കാൻ കുത്തിരിക്കണം. അനക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാന് ഇല്ല. 7 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ പഠിക്കാൻ കുത്തി. എന്റെ അണ്ണാക്കിലേക്ക് കൊണ്ടുവച്ച മൊബൈൽ എന്നാല് ആന്നേ. 8 മണിയല്ല, 7 മണിക്ക് പഠിക്കാൻ കുത്തിരിക്കണം. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്താണ്. ഇല്ല കുഞ്ചു നല്ലോണം അടുത്ത് കിട്ടും എനിക്ക്. 7 മണിക്ക് പഠിക്കാനിരിക്കണം. 6:30 ആയിക്കോട്ടെ, 6:30ക്ക്. ശരി, കുറച്ചേരം ക്യാമറ ഓഫ് ആക്കിക്കോളെ. ഏറ്റവും ഇഷ്ടപ്പെട്ടാന്നാണോ? അതെന്താണ്? ഇഷ്ടമായത്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ? ഇഷ്ടായത്. എനിക്ക് ഏറ്റവും ഇഷ്ടായത്. ഈ ഒന്ന് പറഞ്ഞോ, ഞാൻ ഇവിടെ എഴുതി തരാം. അതാണ് എനിക്ക് നല്ലത്. ഏറ്റവും ഇഷ്ടമായത്. ഇഷ്ടായത് എന്ന് പറയൂല, ഒരുമിച്ച് കൂട്ടി വായിക്കണം. ഇഷ്ടമായത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കും, ഇങ്ങോട്ടേക്ക്, അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്ക്. ഇഷ്ടമായത്. എടുക്ക്. നാളെ മോളെ ഞാനൊരു ചൂരല്. ഇതിനെ കൊണ്ട് എനിക്ക് തല്ലാൻ അറിയായിട്ടല്ല. എനിക്ക് ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ ഇതിലൊന്നും എനിക്കൊരു ടെൻഷൻ. അത് എഴുതും. ഈ മലയാളവും ഹിന്ദിയും
ഇന്ത്യ ഞാൻ ഏതാ മലയാളത്തിൽ പറഞ്ഞുതരും. ഹിന്ദി എനിക്കറിയില്ല, എനിക്കറിയാത്തതിനെ കൊണ്ട് വലിയ സീനില്ല. പക്ഷെ പിന്നെ എന്നാലും ഞാൻ പക്ഷെ മലയാളം ഉണ്ട് എനിക്ക് ഇഷ്ടമായത്. ഈ പറഞ്ഞോ ഞാൻ ഇതിന് ഇഷ്ടമായത് റിലേ മത്സരമാണ്. റിലേ മത്സരമാണ് അല്ലെ? റിലേ മത്സരം ആണ്. റിലേ മത്സരമാണ്. പിന്നെ റിലേ മത്സരമാണെന്നല്ലേ? ഒരു മിനിറ്റ്. റിലേ മത്സരമാണ്. മത്സരമാണ്. ഓക്കെ. ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരികയാണ്. ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ്. വീട്ടിൽ നിന്ന് വന്നതാണ്. വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്. വരുന്നതാണ്. വേം പറ. റിലേ മത്സരമാണ്. അത് ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പച്ചക്കറികൾ ഉണ്ടെന്നോ? ഈ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതിനെ കൊണ്ട് അനക്ക് എങ്ങനെ പച്ചക്കറി കുറെ കിട്ടാ? ഞാനല്ല പാവപ്പെട്ടത്. അപ്പൊ അയാൾക്ക് എങ്ങനെ? അതന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്നത്. അല്ല, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന അയാൾക്കൊണ്ട് കുറെ പച്ചക്കറി കിട്ടുന്നു. അതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതാണ്. മത്സരത്തിൽ ജയിച്ചപ്പോ അവർക്ക് കുറെ പച്ചക്കറി കിട്ടി. ഫ്രീ ആയിട്ട് കിട്ടി. ഇതാ പച്ചക്കറി കൊടുത്ത് നമുക്ക് നമ്മള് പഠിക്കുന്ന കാലത്ത് അല്ല, ഇപ്പൊ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ ആ ട്രോഫി തരുന്നതിനെ കൂടെ കുറച്ച് പച്ചക്കറി അരിയൊക്കെയാണ് വീട്ടിലേക്ക് സമ്മാനമായിട്ട് തരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിൽപ്പെടും. ഇത് ട്രോഫി കുറെ വെച്ചിട്ട് ഷോക്കേസ്, അത് വെക്കാനൊരു ഷോക്കേസ് ഒരു സ്ഥലം വേണം. ആ നേരം കൊണ്ട് ഞാൻ എന്റെ ഒരു അഭ്യർത്ഥന, ഈ ഒരു എന്താ പറയാ, നിങ്ങളും ആ ഒരു കാര്യം നോക്കുന്നുണ്ടോ ഗൈസ്? നമ്മളിപ്പോ എന്തെങ്കിലും മത്സരത്തിന് ജയിക്കുകയാണ്, വീട്ടിലേക്കുള്ള അരി സാധനങ്ങള്, അതുപോലെ തന്നെ എന്തെങ്കിലും വൈകുന്നേരത്തിലുള്ള ചായക്കടി, ഇങ്ങനത്തെ ഒരു ചായക്കടി, അതുപോലെ തന്നെ നമ്മളിപ്പോ അങ്ങനെ ആണെങ്കിൽ എന്റെ പൊന്നൂസിനെ കൊണ്ട് ഞാന് മര്യാദക്ക് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചോന്ന് അറിയില്ലായിരിക്കും. ഈ ഒരു ഗൈസ് അല്ല, എന്റെ ഈ വീഡിയോ കാണുന്ന ഇങ്ങനെ ട്രോഫി കാര്യങ്ങളൊക്കെ തരുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ആരോടാണെങ്കിലും ആ ട്രോഫി വാങ്ങണ നേരം കൊണ്ട് ഇങ്ങക്ക് എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇതാ ഈ അശ്വാക്കിച്ചാന്റെ മത്സരത്തിന് ചെയ്തിട്ട് കുറെ തകാശിക്ക് കുറെ പച്ചക്കറിയാണല്ലോ കൊടുത്തത്. ആ സ്കൂളിൽ പോയി ചേർത്താന്ന് വിചാരിക്കാം. ജപ്പാനിൽ പച്ചക്കറിയാ കൊടുക്കുന്നത്. ജപ്പാനിൽ പച്ചക്കറിയാണല്ലോ കൊടുക്കുന്നത്. സാറിനോട് നാളെ പറയാ. സാറ് എന്റെ ഉമ്മ പറഞ്ഞിട്ട് ഈ അശ്വാക്കിച്ചാന്റെ അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ മത്സരത്തിന് ജയിച്ചു കഴിഞ്ഞാൽ പച്ചക്കറി അരിയും ഉപ്പും മുളക് മഞ്ഞപ്പൊടി മുളകുപൊടി ഇതൊക്കെ തരാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ തരാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ തരുമ്പോഴുണ്ടല്ലോ, ഇതൊക്കെ തരുമ്പോ അത് വെക്കാൻ തന്നെ ഒരു സ്ഥലം വേണമെന്ന് പറയും. ഗൈസ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിനുള്ള കമന്റ് ഇടണം കേട്ടോ. അപ്പൊ അടുത്തതിലേക്ക് കടക്കാം. അത് കടന്നതിന് ശേഷം ബാക്കി എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇത് മെഗാ സീരിയൽ മാതിരി ഇങ്ങനെ നീണ്ടു പോയിട്ട് ഇങ്ങൾക്ക് തന്നെ സ്കിപ്പ് അടിച്ച് കാണരുത്. കടിക്കുന്നുണ്ടല്ലേ, സ്കിപ്പ് അടിച്ച് നിങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ബോർ അടിച്ച്. അപ്പൊ ബോർ അടിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് പാട്ട് എന്തോ കാണാം. കാര്യായിട്ട് ഇപ്പൊ കാണിച്ചത്. ഹലോ ഞാനേ ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ ഗൈസ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. മതി ശരി ആയിക്കോട്ടെ. റിലേയിൽ ഫസ്റ്റ് വാങ്ങിച്ചത് കൊണ്ട്. റിലേയിൽ ഫസ്റ്റ് തന്നെയാണോ അതില് മലയാളത്തിലും പറയല്? ഒന്നാം സ്ഥാനം. അതാണ് ഞാൻ നോക്കുന്നത്. റിലേയിൽ ഒന്നാം സ്ഥാനം വാങ്ങിച്ചത് കൊണ്ട്. വാങ്ങി എനിക്ക് മലയാള സെക്കൻഡ് എന്താണെന്നറിയോ? ഒരു സമാധാനം.
ഈ വാങ്ങിച്ചത് ഡയറി മാത്രമേ ഉള്ളൂ വലുത്, വേറെ ഒന്നുമില്ല. വാങ്ങിച്ചത് കൊണ്ട് അത് അടുത്ത ക്ലാസ് മുതൽ വലുതായിക്കോളും. വാങ്ങിച്ചത് കൊണ്ട് മാഷ് മാഷ് എന്നാണ് പറയാ. മാസ്റ്റർ കുറെ പച്ചക്കറി തന്നു. കുറെ പച്ചക്കറികൾ ലാഭിച്ചു തന്നല്ല, കുറെ പച്ചക്കറികൾ തന്നു. നൽകി പച്ചക്കറികൾ നൽകി. പച്ചക്കറികൾ നൽകി. പഠിച്ചവനെ ഈ മാഷ് എന്റെ സ്കൂളിൽ ഉണ്ടായാലും ഇത്ര സന്തോഷമായിരുന്നു. നൽകി. അത് കഴിഞ്ഞ് ഇനി വേം പറയും കഴിഞ്ഞു പോലും. അപ്പൊ ഇത് ഇഞ്ഞോളം കൊണ്ട് പഠിപ്പിക്കട്ടെ. സാറ് ഞാൻ കാണിച്ച ഭയങ്കര തെറ്റാ മമ്മി എഴുതിയത്. ഞാൻ ഇത്ര എഴുതി, ഇത്ര മമ്മി എഴുതിയതോ ഇത്ര. അത് തെറ്റുണ്ടായതിനെ കൊണ്ടല്ല, തെറ്റില്ലാതെ എഴുതിയതിനെ കൊണ്ട് ഇങ്ങനെ ആയത്. ഇത് ഫുള്ളും തെറ്റായത് കൊണ്ട് ഇങ്ങനെ. ഇനി ഈ ഒരു ശരീനെ ഞാൻ പഠിപ്പിച്ചെടുക്കട്ടെ. ഓക്കെ, നാലെണ്ണം കൂടി കേട്ടോ. എഴുതാനോ? ഡോട്ടോ വെച്ചാന് നമ്മളിവിടെ വീഡിയോ ഇവിടെ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും കുറെ ഡയറി എഴുതാണ്ടോ, കുത്തിരുന്നോട്ടെ. ഇപ്പൊ വീഡിയോ എടുക്കാൻ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കലും പഠിപ്പിക്കലും നടക്കൂല. അപ്പൊ ഞാൻ പഠിപ്പിക്കട്ടെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വണക്കം.